ശമ്പള കുടിശ്ശിക അടക്കമുള്ള ഉറപ്പുകൾ പാലിക്കാത്തതിനെ തുടർന്ന് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുന്നു. ഇന്നു മുതൽ വീണ്ടും അനിശ്ചിതകാല OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും നടത്താനാണ് KGMCTയുടെ തീരുമാനം. അവശ്യ സർവീസുകൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇവിടെ ആയിരക്കണക്കിന് രോഗികൾ അതിരാവിലെ തന്നെ OPയിലെ വിവിധ സേവനങ്ങൾക്കായി എത്തിച്ചേരുന്നതാണ്. നമുക്കിപ്പോൾ ആ ക്യൂ ഒക്കെ കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള തിരക്കാണ്. ഈ ഡോക്ടർമാർ നേരത്തെ പലകുറി അവരാവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് നടപ്പാക്കി തരാത്തതിനെ തുടർന്നാണ് അവരുടെ സംഘടനയായിട്ടുള്ള KGMCTയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ വീണ്ടും ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് OP ബഹിഷ്കരണത്തിലേക്ക് അവർ കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. OP ബഹിഷ്കരണവും അധ്യയന ബഹിഷ്കരണവും ഇന്ന് ആരംഭിക്കും. അവശ്യ ആരോഗ്യ സേവനങ്ങളായ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റ് അടിയന്തര ചികിത്സകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം പരിശോധന എന്നിവയെ ഈ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ക്യൂ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 8 മണിക്കാണ് OP ആരംഭിക്കുക. അപ്പോൾ അതിന് മുൻപ് തന്നെ ഡോക്ടറുടെ സേവനം തേടുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെയൊക്കെ ഇന്നത്തെ ഈ സമരം വലിയ രീതിയിൽ ബാധിക്കും. പക്ഷേ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് PG ഡോക്ടേഴ്സ് അവരുടെ സേവനമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർക്ക് കുറച്ച് ആളുകൾക്കെങ്കിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമാണ് ഇല്ലാതാവുക. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്കെങ്കിലും ഈ ഡോക്ടേഴ്സിനെ കാണിക്കാൻ കഴിയും എന്നുള്ളൊരു ആശ്വാസം കൂടിയുണ്ട്. ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പുലർച്ചെ തന്നെ എത്തിയിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഡോക്ടർമാരില്ല എന്നുള്ളത് ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അമ്മ, ഇന്നിപ്പോൾ സമരമാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ഡോക്ടർമാർ? വന്നപ്പോഴാണ് ആരെ കാണിക്കാനോ? എൻ്റെ ഭർത്താവിനെ. ഇത് ഡോക്ടറെ തിങ്കളാഴ്ച OPയിൽ കാണിക്കുന്ന ഡോക്ടർമാര് ആണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത്. അതാണ് പറഞ്ഞത്. സമരമുള്ള കാര്യം അറിഞ്ഞത് ഡോക്ടർമാരെല്ലാരും കുറച്ചൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് വന്നത്. PGയിലെ ഡോക്ടേഴ്സ് ഉണ്ട് എന്നാണ് അറിയിക്കുന്നത്. അത് പറഞ്ഞിട്ടാണ് വന്നത്. അവരെ കാണിച്ചാൽ മതിയോ? ഫസ്റ്റ് കാണിക്കാൻ വരികയാണ്. ഇവിടെ കുറച്ച് പ്രായ സ്ത്രീകളൊക്കെ ഉണ്ട്. അവരൊക്കെ കുറച്ച് മുൻപ് വന്നതാണ്. അമ്മ, ഇന്ന് സമരമുള്ള കാര്യം അറിഞ്ഞിരുന്നോ? ഇല്ല. ഡോക്ടേഴ്സിന് സമരം ഇല്ല. എപ്പോ വന്നതാ? ഇന്ന് അല്ല, ഇവിടേക്ക് എപ്പോ വന്നു? എനിക്ക് ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ സമരമുള്ള കാര്യം ഇവർ സത്യത്തിൽ അറിഞ്ഞിട്ടില്ല. അമ്മ, സമരമുള്ള കാര്യം അറിഞ്ഞിരുന്നോ? ഇല്ല. തീരെ സുഖമില്ല, കാല് നടക്കാനാവുന്നില്ല. അതാണ് ഇരിക്കുന്നത് അല്ലേ? ആ. എവിടുന്നാ വരുന്നത്? വരാൻ പറയുന്നു. ഇത്ര ദൂരെ നിന്ന് വരുന്നതാണ് സ്കാൻ. അപ്പോൾ ഇവരൊന്നും സത്യത്തിൽ ഈ OP സമരം OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഡോക്ടേഴ്സിന് സമരമുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സൂചിപ്പിക്കുന്നത് പലകുറി ഈ സംസ്ഥാന സർക്കാരിന്റെ മുന്നിലേക്ക് ഈ വിഷയം വെച്ചിട്ടും യാതൊരു തരത്തിലുള്ള നീക്കുപോക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കിവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്, അവരോട് ചോദിക്കാം. ഈ സമരമുള്ള കാര്യം അറിഞ്ഞില്ല? ഇല്ല, അറിയില്ല. ഞങ്ങളെല്ലാം 2 ആഴ്ച മുന്നേ ബുക്ക് ചെയ്താണ്, ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നത്. ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ സമരമാണെന്നുള്ള അറിയുന്നത്. ഇപ്പം എന്താ ചെയ്യാന്നുള്ള അറിയില്ല. എപ്പോ ക്യൂല് നിൽക്കുന്നത്? ഇപ്പൊ 7 മണിക്ക് വന്ന് നിൽക്കുന്ന. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു സാഹചര്യം ഇങ്ങനെയാണ് സ്കാൻ. കാരണം അതിരാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരും. ഇത്ര വലിയൊരു ആശുപത്രിയാണ്, ഇത്ര മികച്ചൊരു ആശുപത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാടധികം ആളുകൾ അതിരാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊക്കെ ഇത്തരത്തിൽ ഈ പെട്ടെന്ന് ഈ സമരം ഉണ്ട് എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ അവർക്കൊരു പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. സമരമുള്ള കാര്യം അറിയില്ല. ആര് കാണിക്കാനാ വന്നത്? അച്ഛനെ കാണിക്കാൻ. ഈ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എത്രത്തോളം പ്രയാസം ഉണ്ടാകും? കാണിക്കാൻ പറ്റുമോ അറിയില്ലല്ലോ. ചേച്ചി എപ്പോ വന്നു? ഞങ്ങൾ 4 മണിക്കാ, പുലർച്ചെ 4 മണിക്ക്. ഇന്നിപ്പോ അല്പസമയത്തിനകം ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ KGMCTയുടെ നേതൃത്വത്തിൽ അവരുടെ പ്രതിഷേധ പരിപാടികളടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കുന്നുണ്ട് എത്രത്തോളം പ്രയാസം ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഈ ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു വഴികളില്ല എന്നുകൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും OP ബഹിഷ്കരണ സമരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 8 മണിക്കാണ് OP ആരംഭിക്കുക. പക്ഷെ അപ്പോൾ അവിടെ സീനിയർ ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ടാകില്ല. SK. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ലീഗിൽ നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.